ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഈ PDPയെ ശുദ്ധീകരിക്കുന്നതിൽ എത്ര പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ. പക്ഷേ അല്ല, ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒക്കെ തമ്മിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാപകൻ ബഹുമാനായ മൗദൂദിയാണ്. ആ മൗദൂദി ഇത് ഉണ്ടാക്കിയ സമയത്ത് പ്രധാനമായിട്ടും 4 സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഒന്ന് ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഡിവിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദൈവമഹത്വം എന്ന് വിശേഷിപ്പിക്കാം. 2 റബ്ബി. റബ്ബെന്ന് പറഞ്ഞാൽ ലോഡ്ഷിപ്പ്, പ്രഭുത്വം. റബ്ബി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാഹ് മാത്രമേ റബ്ബാണ്, അതാണ് റബ്ബ്. 2 മൂന്നാമത്തെ കാര്യം ഇബദാഹ്. ഇബദാഹ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഒബീഡിയൻസ് ടു ഗോഡ് ത്രൂ ആക്ഷൻസ്. പ്രവൃത്തിയിലൂടെ സമ്പൂർണമായ സമർപ്പണം അല്ലാഹുവിന് നൽകുന്നതാണ് ഇത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്, ഇസ്ലാം. ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്യണം. പിന്നെ ഒരു കാരണവശാലും അവർ ജനാധിപത്യം, സോഷ്യലിസം ഇതിനൊന്നും അംഗീകരിച്ചിട്ടില്ല. അവർ അംഗീകരിച്ചിരിക്കുന്നത് ശരിയ നിയമം മാത്രമാണ്. അത് തിയോ ഡെമോക്രസിയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നതാണ് തിയോ ഡെമോക്രസി. അവിടെ പരമാധികാരവും പരമമായ നിയമവും ദൈവം തന്നെ, മനുഷ്യൻ അവിടെ നിൽക്കാം. അപ്പോൾ മനുഷ്യനിർമ്മിതമാകുന്ന ഒരു നിയമത്തിനും ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിയ നിയമത്തെ ജനാധിപത്യപരമായ രീതിയിൽ ഉണ്ടാക്കുന്ന നിയമം കൊണ്ട് മറികടക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ല, സോഷ്യലിസത്തിലും വിശ്വാസമില്ല, സെക്കുലറിസത്തിൽ തീരെ വിശ്വാസമില്ല. അവർ നിലകൊള്ളുന്നത് ആഗോള വ്യാപകമായി ഇസ്ലാമിൻ്റെ പരമാധികാര ഭരണ സംവിധാനം ഉണ്ടാകണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നിലകൊള്ളുന്നത്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാം പറയുന്ന നീതി വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അംഗീകരിച്ച് ജീവിക്കുന്നതാണ് ഉത്തമമായ ജീവിതം എന്ന് അവർ കരുതുന്നു. സ്ത്രീ പുരുഷ തുല്യത എന്നോ അങ്ങനെ ഒരു സങ്കല്പം അവർക്കില്ല. സ്ത്രീകൾ സ്ത്രീകളും പുരുഷൻ പുരുഷനുമാണ്. പുരുഷന് വശപ്പെട്ടും പുരുഷന് കീഴ്പ്പെട്ടും ജീവിക്കുക എന്ന ദൗത്യമാണ് സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ളത്. അവരുടെ ദൗത്യം അതാണ്. അതെന്താ കാര്യം വെച്ചാൽ അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിയമത്തെ ലംഘിക്കാനായിട്ട് നമുക്കാർക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ എന്താണ്, വ്യക്തി ജീവിതവും രാഷ്ട്രജീവിതവും തരംതിരിക്കുന്നതിന് ഇവരെതിരാണ്. വ്യക്തി ജീവിതമായാലും സാമൂഹിക ജീവിതമായാലും സാമ്പത്തിക സംവിധാനമായാലും സാമൂഹിക ജീവിതമായാലും എല്ലാം മതനിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടണം എന്നാണ് ഇവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതുകൊണ്ട് അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തിക നിയമങ്ങളും ഇതുകൊണ്ട് തന്നെ അളക്കപ്പെടണം. അപ്പോൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് പലിശ മേടിക്കരുതെന്ന്. അതുകൊണ്ട് അവർ പലിശ വാങ്ങിക്കില്ല. പക്ഷെ അല്ലാഹു വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, കച്ചവടം നടത്തി കാശുണ്ടാക്കാമെന്ന്. അപ്പോൾ കച്ചവടം നടത്തി കാശുണ്ടാക്കും, ലാഭം കുഴപ്പമില്ല, പലിശ വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ അതിനവരെന്താ ചെയ്യണമെന്നറിയാമോ? പലിശ വാങ്ങിക്കാൻ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പലിശ വാങ്ങിക്കില്ല, നമ്മളെപ്പോലെ മണ്ടന്മാരല്ല. അതുകൊണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലാഭവിഹിതം കൈപ്പറ്റും. അത് അല്ലാഹു സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറയണം. എന്തൊരു അല്ലാഹു ദൈവം. പിന്നെ ഇസ്ലാമിക രാജ്യം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക വിപ്ലവം നടത്തണം എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. ഇസ്ലാമിക വിപ്ലവമാണ് ജിഹാദ്. ആ ജിഹാദ് നടത്തണം എന്ന് വിശ്വസിക്കുന്നവരാണത് അവർ. അപ്പോൾ എന്തു പറയും?
ദൈവം നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് വശഗതരായി അതിനനുസരിച്ചുകൊണ്ട് സമ്പൂർണമായി സമർപ്പണത്തോടുകൂടി മനുഷ്യൻ ജീവിക്കണം. അതുകൊണ്ട് ഇവരും ജനാധിപത്യ സംവിധാനവും യോജിച്ചു പോവില്ല. ഇവരെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ അയാൾ അവരുടെ സങ്കല്പത്തിൽ ഇസ്ലാം അല്ലാതെ ആകണം. ഇത് മാറ്റിയിട്ട് അവരാരുമായിട്ടും ഒരു ബന്ധവും ഉണ്ടാക്കില്ല. അപ്പോൾ മാറിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ കോൺഗ്രസ് ആണോ എന്നതാണ് ചോദ്യം. കോൺഗ്രസ്. ഞാൻ പറയുന്നത് മൗദൂദി പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്ക് മൗദൂദിയെ പിന്തുടരുന്നില്ല എന്നൊക്കെ ഉള്ളൊരു വാദം പറഞ്ഞിരുന്നു. ആര് പറഞ്ഞിരുന്നു? അവർ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് പറയുന്നത്? അവരെ ന്യായീകരിക്കാൻ പോയിരിക്കുന്ന, ഇപ്പോൾ അവരെ ന്യായീകരിച്ച് ഒരുത്തൻ പോയിട്ട് ഇപ്പോൾ ജയിലിൽ എവിടെയാ കിടക്കണേന്ന് അറിയില്ല. അറിയാമല്ലോ ആരാണെന്ന്. അതെ. രാഹുലര്, ഈശ്വരര്. അതെ. രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരാൾ ഒളിവിലുമാണ്. അയാളുടെ കാര്യത്തിലാണെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ എടുക്കുന്ന രീതിയിലാണ്. കാരണം ഒരു ലൈംഗികാരോപണം ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ പൊങ്ങി വരുമ്പോഴേക്കും അടുത്ത ലൈംഗികാരോപണം ഉടനെ പൊങ്ങി വരികയാണ്. അവൻ ഇതിനു വേണ്ടി മാത്രം ജനിച്ച ഒരുവനായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. അവനെ ന്യായീകരിക്കാനും ജമാഅത്തെ ഇസ്ലാമി മാന്യതയുള്ളവരാണ് എന്ന് പറയുന്നതിനും വേണ്ടി നടന്ന ഒരുത്തൻ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല, ജയിലിലുണ്ടെന്നറിയാം. ഇത് നിരാഹാരമൊക്കെ ഇരുന്നു. മഹാത്മാഗാന്ധിയും അവനും ഒരുമിച്ചായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്ക്. മഹാത്മാഗാന്ധിയും ആ മാന്യദേഹവും, അയാൾ ഒരുവൻ സ്വയം താൻ മഹാത്മാഗാന്ധിക്ക് തുല്യനാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലുള്ള തൊലിക്കട്ടിയുണ്ടല്ല, അപാരമാണത്, സമ്മതിക്കേണ്ടതാണ്. പിന്നെ ആ മാന്യദേഹമാണെന്നുണ്ടെങ്കിൽ താൻ ആര്യനാണെന്നുള്ളതിൽ തനിക്ക് അഭിമാനമുണ്ട്, താൻ ബ്രാഹ്മണനാണ് എന്നുള്ളതിൽ തനിക്ക് അഭിമാനമുണ്ട്, താൻ സവർണനാണ് എന്നുള്ളതിൽ തനിക്ക് അഭിമാനമുണ്ട്. പിന്നെന്താ, പിന്നെ ഒന്നും കൂടി താൻ പുരുഷ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നു എന്ന് മാത്രമേ ഇതൊക്കെ കുറിച്ച് പറയാനുള്ളൂ. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല എന്ന് സൗമനസ്യത്തോടു കൂടി അവരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഭരണഘടനാനുസൃതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരു ആധുനിക സമൂഹത്തിൽ ഒരുവന് മഹത്വം അവകാശപ്പെടാൻ അവൻ്റെ ജാതി മാത്രമാണുള്ളത് എന്ന് വരുന്നത് എന്തൊരു ദയനീയതയാണ്. വേറൊന്നുമില്ല, അവൻ്റെ ജാതി മാത്രമാണ് ഒരു മഹത്വം അവകാശപ്പെടാനുള്ളത് എന്ന് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ ജാതി മഹത്വത്തിൽ, മതമഹത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി ആണെങ്കിലും പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. കാരണം അതെന്താണ്? അവരെ മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അവർ മാറാൻ തയ്യാറുമല്ല. അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ പിണറായി അത്രയും പിണറായി പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതിനകത്തൊരു ചോദ്യം വരുന്നത് എന്താ അറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയും PDPയും പിന്നെന്താണ് PF, എന്താണ് അതിൻ്റെ പോപ്പുലർ ഫ്രണ്ട്, ഇവരൊക്കെ ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. രഹസ്യ ബാന്ധവമാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രഹസ്യ സംബന്ധമായിരുന്നു, കല്യാണമായിരുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കും ഇവരുമായിട്ട് ബന്ധമുണ്ട്. ഇവർ പറയുന്നതനുസരിച്ചൊക്കെ തന്നെ അവരും കഴിഞ്ഞിരുന്നു. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ പ്രയാസമുണ്ട് എന്നുള്ളത് കൊണ്ട് മാറിയതാണ്. അല്ലെങ്കിൽ അവർ ഞാൻ ചോദിക്കട്ടെ, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൗദൂദിസമാണ്. ആ മൗദൂദിസം ശരിയാണെന്നും അത് സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്നും അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ഹിന്ദു മത വാദമാണ് തെറ്റ്, ഇസ്ലാമിക മതരാഷ്ട്രവാദം ശരിയാണെന്നും ഇവർ പറഞ്ഞിരുന്നതല്ലേ? മറന്നുപോയോ? അതിനുവേണ്ടി എത്ര ബുദ്ധിജീവികളാണ് ഇറങ്ങിയത്? ആ ബുദ്ധിജീവികളൊക്കെ ഇറങ്ങി ഒരുമിച്ച് നിന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ പിണറായി വിജയൻ്റെ ഈ പ്രസ്താവനയിൽ അവസരവാദം കടന്നു വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഒരു ഇരട്ട മുഖം ഈ വാദത്തിൽ പിണറായി പ്രകടിപ്പിക്കുന്നു എന്നത് പരിതാപകരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.